ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് ഓപ്പറ എന്നതിനടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ബാലൻ. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയിരിക്കുന്ന ഈ സിനിമ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ 9 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. കേരളത്തിൽ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തത് 11 കോടി 14 ലക്ഷം രൂപയാണ്. കർണാടകയിൽ നിന്ന് സിനിമ 1 കോടി 57 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 80 ലക്ഷം ഉൾപ്പെടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 8 ദിവസം കൊണ്ട് നേടിയെടുത്തത് 2 കോടി 80 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 13 കോടി 94 ലക്ഷം രൂപയാണ് ബാലൻ സ്വന്തമാക്കിയത്. വിദേശത്ത് $1.03 മില്യൺ, അതായത് 9 കോടി 78 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 23 കോടി 70 ലക്ഷം രൂപയാണ് ബാലൻ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 9-ാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമ 1.5 കോടിയുമുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 9 ദിവസത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 കോടി 70 ലക്ഷം റേഞ്ചിലുമാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 25-26 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മുരളി ഗോപി തിരക്കഥ എഴുതി GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി ജൂൺ 25-ന് തിയേറ്ററിലെത്തിയ സിനിമയാണ് അനന്തൻ കാട്. ചിത്രത്തിൽ ആര്യ, വിജയരാഘവൻ, ഇന്ദ്രൻസ്, മുരളി ഗോപി, റെജീന കസാൻഡ്ര, നിഖില വിമൽ, സുനിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം വ്യാഴം വെള്ളി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 78 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 3-ാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 15 ലക്ഷത്തിന് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 2 കോടി 60 ലക്ഷം റേഞ്ചിലാണ്. ഇന്നലെ ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉയിർ. എം പത്മകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റോഷൻ മാത്യു, ബൈജു, ശ്രുതി മേനോൻ, അതില്യ ചന്ദ്ര എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 24 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 2-ാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25-30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 45-50 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം റേഞ്ചിലുമാണ്. ജൂൺ 19-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയ മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 24 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. വേൾഡ് വൈഡ് ഗ്രോസായി 8 ദിവസം കൊണ്ട് 1 കോടി 56 ലക്ഷം രൂപയും നേടിയെടുത്തിരുന്നു. 9-ാം ദിവസമായ 2-ാമത്തെ ശനിയാഴ്ച കൂടിയ ഇന്ന് ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 1 കോടി 40 ലക്ഷം റേഞ്ചിലാണ് സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 9 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 1 കോടി 80 ലക്ഷം റേഞ്ചിലുമാണ്. മെയ് 27-ന് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ജൂൺ 25-ന് ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസും പൂർത്തിയാക്കിയിട്ടുണ്ട്. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 29 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 33 കോടി 91 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ 16 കോടി 14 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 65 കോടി 27 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് 14 കോടി 42 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 29 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 79 കോടി 69 ലക്ഷം രൂപയാണ്. 2026-ൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ മികച്ച കളക്ഷൻ നേടിയെടുത്ത തമിഴ് സിനിമയാണ് കറുപ്പ്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ഫൈനൽ കളക്ഷനായി തമിഴ്നാട്ടിൽ നേടിയെടുത്തിരിക്കുന്നത് 170 കോടി 2 ലക്ഷം രൂപയാണ്. എന്നാൽ ഒഫീഷ്യലായി സിനിമയുടെ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ തമിഴ്നാട്ടിൽ 191 കോടി രൂപയാണ് കാണിക്കുന്നത്. കേരളത്തിൽ 14 കോടി 42 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 250 കോടി 12 ലക്ഷം രൂപയായിരുന്നു. സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 331 കോടി 96 ലക്ഷം രൂപയാണ്. ഈ സിനിമ ആമസോൺ പ്രൈം വഴി ജൂൺ 12-ന് OTT റിലീസ് പൂർത്തിയാക്കിയിരുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ തമിഴിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ സിനിമ പരിമള ആൻഡ് കമ്പനിയാണ്. ജയറാം നായകനായി പാണ്ഡ്യരാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഉർവശി, മിസ്കിൻ, യോഗി ബാബു, സാൻഡി മാസ്റ്റർ, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 13 കോടി 56 ലക്ഷം രൂപയും കർണാടകയിൽ 1 കോടി 26 ലക്ഷം രൂപയുമാണ്. കേരളത്തിൽ ഈ സിനിമയ്ക്ക് 37 ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 15 കോടി 24 ലക്ഷം രൂപയാണ് സിനിമ കളക്ട് ചെയ്തത്. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 17 കോടി 21 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 10 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 8 കോടി രൂപയ്ക്കാണ്. നിലവിൽ 8 കോടി 2 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിട്ടുണ്ട്. ജൂൺ 19-ന് തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി കഴിഞ്ഞ തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. BV നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ, ശ്രീമുഖി, ഗൗതം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ തെലുങ്ക് കളക്ഷനായി മാത്രം ആദ്യ 8 ദിവസം കൊണ്ട് 35 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ 47 കോടി 90 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് $1.97 മില്യൺ, അതായത് 18 കോടി 59 ലക്ഷം രൂപ സ്വന്തമാക്കി. അങ്ങനെ ലോകമെമ്പാടുമായി മാ ഇന്ദി ബംഗാരം നേടിയെടുത്തിരിക്കുന്നത് 66 കോടി 49 ലക്ഷം രൂപയാണ്. 12 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് ലോകമെമ്പാടുമായി 32 കോടി 3 ലക്ഷം രൂപ 8 ദിവസം കൊണ്ട് ഷെയറായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ തെലുങ്ക് ഷെയറായി മാത്രം കിട്ടിയിരിക്കുന്നത് 17 കോടി 31 ലക്ഷം രൂപയാണ്. ജൂൺ 19-ന് തിയേറ്ററിലെത്തി വളരെ മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2.
ഹോമി അഡജാനിയ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സനോൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ ഇന്നലെ വരെ കളക്ട് ചെയ്തിട്ടുള്ളത് 32 ലക്ഷം രൂപയാണ്. ഇന്നലെ വെള്ളിയാഴ്ച വരെ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 90 കോടി 40 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് $2.66 മില്യൺ, അതായത് 25 കോടി 11 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 115 കോടി 51 ലക്ഷം രൂപയാണ് കോക്ടെയിൽ 2 സ്വന്തമാക്കിയിട്ടുള്ളത്. 75 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിട്ടുള്ളത് 54 കോടി 57 ലക്ഷം രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.